സുപ്രീം കോടതി വിധി എ രാജയ്ക്ക് അനുകൂലമായാലും ജനങ്ങൾക്ക് രാജ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് വ്യക്തമാണെന്ന് ദേവികുളത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡി കുമാർ പറഞ്ഞു. രാജയുടെ കേസിൽ സുപ്രീം കോടതി ഉത്തരവിനോട് പ്രതികരിക്കുകയായിരുന്നു ഡി കുമാർ. തെളിവുകളെല്ലാം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നെന്നും എന്തുകൊണ്ടാണ് അവയെല്ലാം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതെന്ന് അറിയില്ലെന്നും കുമാർ ചെറുതോണിയിൽ വ്യക്തമാക്കി. സുപ്രീം കോടതി വിധി ഞാൻ കൊടുത്ത തെളിവ് കൃത്യമായി അത് നിരീക്ഷിച്ചോ എന്നുള്ളത് സംശയമുണ്ട്. കാരണം ഹൈക്കോടതിയിൽ ഞാൻ തെരഞ്ഞെടുപ്പ് കേസ് രാജയ്ക്കെതിരെ കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായ രേഖകളൊപ്പം ആണ് ഞാൻ കൊടുത്തത്. അങ്ങേരുടെ കുടുംബം കുണ്ടല എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷൻ CSI പള്ളിയിലെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ജ്ഞാനസ്ഥാനം എടുത്തതാണ്. അതിൻ്റെ തെളിവ് സഹിതം അവിടെ കൊടുത്തു. അങ്ങയുടെ മാരേജിൻ്റെ ഫോട്ടോ സഹിതം അതിൻ്റെ കൃത്യമായ രേഖകൾ ഉൾപ്പെടെ എല്ലാം നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വളരെ വ്യക്തമായി വിധി പറഞ്ഞത്. പക്ഷേ സുപ്രീം കോടതിയിൽ എന്തുകൊണ്ട് ഈ രേഖകൾ പരിശോധിച്ചില്ല എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അതിൻ്റെ വിധിയുടെ പകർപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ദേവികുളത്തെ ജനങ്ങളെ സംബന്ധിച്ചോളം രാജ കൺവെർട്ടഡ് ക്രിസ്ത്യനാണ് എന്നുള്ളത് യാതൊരു മാറ്റവുമില്ല. എല്ലാവർക്കും നന്നായി അറിയാം. അവിടെ എനിക്കെതിരെ വിധി വന്നാൽ പോലും ജനങ്ങളുടെ കോടതിയിൽ രാജ കുറ്റക്കാരൻ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. അത് കൺവെർട്ടഡ് ക്രിസ്ത്യനാണ്. പട്ടികജാതിക്കാരൻ്റെ ഒരു സംവരണ സീറ്റിൽ മതം മാറിയ ഒരാൾ എങ്ങനെ മത്സരിക്കാൻ പറ്റും?